സ്വാഗതം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. മൊത്തം 13 സ്ഥാനാർത്ഥികളെയാണ് രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. നേരത്തെ 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുകളിൽ പുത്തൻ തന്ത്രങ്ങളും സർപ്രൈസുകളും കൊണ്ട് നിറഞ്ഞതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയാതെ വയ്യ. ജൻസികൾ, വനിതകൾ, മുതിർന്ന നേതാക്കൾ, കലാകാരന്മാർ എന്നിങ്ങനെ വ്യത്യസ്തരും പ്രമുഖരുമായ നിരവധി സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് സീറ്റ് നൽകി ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ട്രാൻസ് വുമണായ അമേയ പ്രസാദാണ് UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ സീറ്റ് നൽകുന്നതെന്നതാണ് ശ്രദ്ധേയം. പോത്തൻകോട് ഡിവിഷനിൽ നിന്നാണ് തന്റെ കന്നി തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സീരിയൽ താരം കൂടിയായ അമേയ മത്സരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ അമേയ പ്രസാദിനെയും കോൺഗ്രസിന്റെ ചരിത്ര തീരുമാനത്തെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്പോരിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ചൂട് കൂട്ടുന്ന പ്രധാന നീക്കമാണ് പോത്തൻകോട് ഡിവിഷനിൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. അമേയ കോൺഗ്രസ് പ്രവർത്തകയായിട്ട് 8 വർഷമായി. ആദ്യം ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായും പിന്നീട് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന അമേയ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലെത്തിയിട്ട് 7 മാസത്തിലധികമേ ആയിട്ടുള്ളൂ. നിലവിലെ പ്രവർത്തനങ്ങളുമായി സജീവമായിട്ടിരിക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് പോലൊരു ജനാധിപത്യ പ്രക്രിയയിൽ മത്സരിക്കാനുള്ള അവസരം കോൺഗ്രസ് നേതൃത്വം അമേയയ്ക്ക് നൽകുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തെ കോൺഗ്രസ് ചേർത്തു നിർത്തുന്നതിന്റെ ഉദാഹരണമാണ് തന്റെ സ്ഥാനാർത്ഥിത്വം എന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അമേയയുടെ പ്രതികരണം. ജനങ്ങൾ തന്നെ ചേർത്ത് പിടിക്കുമെന്നും ഒരിക്കലും തോൽക്കില്ലെന്നുമാണ് വിശ്വാസമെന്നും അമേയ പറയുന്നു. കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം അഭിമാനവും സന്തോഷവും നൽകുന്നതാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം എന്നതിൽ സംശയം വേണ്ട. നിലവിലെ LDF സർക്കാരിന്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾ ഇനി ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലൊരു മാറ്റം വരേണ്ടതുണ്ടെന്നും അമേയ പറയുന്നു. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തെ കോൺഗ്രസിനെ പോലെ ഇത്രയും വലിയൊരു പ്രസ്ഥാനം ചേർത്ത് നിർത്തുന്നത് വലിയ കാര്യമാണെന്നും അമേയ പറയുമ്പോൾ അത് 100% സത്യമാണ്. 2015 ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്കായി ഒരു നയം രൂപീകരിച്ച സംസ്ഥാനം എന്ന പേരിൽ കേരളത്തിന്റെ പേര് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിലുടനീളം ചർച്ച ചെയ്യപ്പെട്ട ഈ നയം അന്ന് നടപ്പിലാക്കിയത് അന്തരിച്ച മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് സർക്കാരാണ്. 2015 20 പേജുകളിലായി എഴുതപ്പെടുകയും അംഗീകാരം നേടുകയും ചെയ്ത ട്രാൻസ്ജെൻഡർ പോളിസി പ്രകാരം സ്ത്രീയെയും പുരുഷനെയും പോലെ 3-ാം ലിംഗമായി ഭിന്നലിംഗക്കാരെയും അംഗീകരിച്ചു. ഇത് പ്രകാരം സർക്കാരിന്റെ എല്ലാവിധ അപേക്ഷകളിലും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്ഥാനം ലഭിച്ചു. സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ ഭിന്നലിംഗക്കാരുടെ ക്ഷേമത്തിനായി പ്രത്യേക ബോർഡ് രൂപീകരിക്കാനും അന്ന് തീരുമാനമായി. എന്നാൽ പോളിസി രൂപീകരിച്ചപ്പോൾ അതിനേറെ പ്രതീക്ഷയോടെയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർ കണ്ടത്. എന്നാൽ അതിൽ പറയുന്ന പല കാര്യങ്ങളും ഇടത് സർക്കാർ ഭരണത്തിൽ വന്നതിനു ശേഷം ഫലത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും അവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് സമൂഹത്തിൽ നിന്നുള്ള അവഗണന തന്നെയാണ്. ആ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ മാറ്റം കൊണ്ടുവരാൻ, ജനങ്ങളെ മാറ്റി ചിന്തിപ്പിക്കാൻ അമേയയെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിന് സാധിക്കും. സമൂഹത്തിൽ സമ്പന്നനെന്നോ ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ ലിംഗത്തിന്റെയോ ചട്ടക്കൂടുകളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ എന്തുകൊണ്ടും കോൺഗ്രസിന് തന്നെയാണ് അധികാരത്തിലിരിക്കാൻ യോഗ്യതയുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലവിൽ പോത്തൻകോട് ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സജീവമായിരിക്കുകയാണ് അമേയ. കോൺഗ്രസിന്റെ ചരിത്ര തീരുമാനത്തെ ജനങ്ങൾ ഉൾക്കൊള്ളുമെന്നും തന്നെ വിജയിപ്പിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് അമേയ തന്റെ കന്നി പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ജനങ്ങൾക്കായി, വികസനങ്ങൾക്കായി, ഒപ്പം തന്റെ സമൂഹത്തിനായി മുമ്പോട്ട് പ്രവർത്തിക്കാൻ അമേയ കോൺഗ്രസിനൊപ്പം എന്നും ഉണ്ടാകും. അതിനുള്ള തുടക്കമാകും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.